വാഷിംഗ്ടണിലെ അധികാര ഇടനാഴികളെയും പെന്റഗണിന്റെ യുദ്ധമുറകളെയും ഒരുപോലെ വിറപ്പിച്ചുകൊണ്ട് നിശബ്ദതയുടെയും തന്ത്രങ്ങളുടെയും പുതിയൊരു യുഗമാണ് 2026 പിറന്നിരിക്കുന്നത്. ട്രംപ് ഭരണകൂടം തന്റെ സൈനിക കരുത്ത് ഹോർമുസ് കടലിടുക്കിൽ അണിനിരത്തി ലോകത്തെ ഭീഷണിപ്പെടുത്തുമ്പോൾ കിഴക്കിന്റെ ചക്രവർത്തിയായി ചൈന ഉദിച്ചുയരുന്നത് അമേരിക്കൻ ആധിപത്യത്തിന്റെ ചരമഗീതം കുറിച്ചുകൊണ്ട് തന്നെയാണ്. ഇറാനെ വെറും ഒരു സഖ്യകക്ഷിയായിട്ടല്ല, മറിച്ച് തന്റെ പുതിയ ലോകക്രമത്തിന്റെ നെടുന്തൂണായിട്ടാണ് ചൈന ചേർത്ത് പിടിക്കുന്നത്. ഇത് വാഷിംഗ്ടണിനോടുള്ള ഏറ്റവും വലിയ വെല്ലുവിളി തന്നെ. അമേരിക്കയുടെ മിസൈലുകൾക്ക് മറുപടിയായി ചൈന തന്റെ സാമ്പത്തിക കരുത്തും നയതന്ത്ര നിശബ്ദതയും ആയുധമാക്കുമ്പോൾ അവിടെ തകർന്ന് തരിപ്പണമാകുന്നത് ദശാബ്ദങ്ങളായുള്ള അമേരിക്കൻ ധാർഷ്ട്യം തന്നെയാണ്. റഷ്യയുടെ കരുത്തും ഉത്തര കൊറിയയുടെ ചടുലതയും ചൈനയുടെ ബുദ്ധിയും ഒന്നിക്കുന്ന ഈ മഹാസഖ്യം അമേരിക്ക എന്ന വൻ ശക്തിയുടെ അന്ത്യം കുറിക്കാൻ പോകുന്ന കാഴ്ചയാണ് 2026 തുടക്കം ലോകത്തിന് നൽകുന്ന വളരെ ആവേശകരമായ ചിത്രം. 2026 ആദ്യ മാസങ്ങൾ ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഭീതിജനകവും സങ്കീർണവുമായ ഒരു വഴിത്തിരിവായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം ഭരണകാലം ആഗോള രാഷ്ട്രീയ ഭൂപടത്തെ അടിമുടി പിടിച്ചുലയ്ക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ട്രംപിന്റെ തീവ്രമായ ദേശീയതയും ഏകാധിപത്യ സ്വഭാവമുള്ള സൈനിക തീരുമാനങ്ങളും അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ സന്തുലിതാവസ്ഥയെ തകർത്തിരിക്കുന്നു. ഇതിൽ ഏറ്റവും ഭീകരമായ നീക്കം ലോകത്തിന്റെ ഊർജ്ജ ഞരമ്പായ ഹോർമുസ് കടലിടുക്കിലെ നാവിക ഉപരോധം തന്നെയാണ്. അമേരിക്കയുടെ ഈ ഏകപക്ഷീയമായ നടപടി ആഗോള സാമ്പത്തിക ക്രമത്തെ തകിടം മറിക്കുക മാത്രമല്ല, ലോകരാഷ്ട്രങ്ങളെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വക്കിൽ എത്തിച്ചിരിക്കുകയും ചെയ്യുന്നു. എണ്ണവില കുതിച്ചുയരുകയും ആഗോള വിതരണ ശൃംഖലകൾ സ്തംഭിക്കുകയും ചെയ്യുമ്പോൾ ലോകരാജ്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു നിൽക്കുകയാണ്. എന്നാൽ ഈ കലുഷിതമായ അന്തരീക്ഷത്തിൽ ലോകം ഏറ്റവും അത്ഭുതത്തോടെ നോക്കുന്നത് ചൈനയുടെ നീക്കങ്ങളെ തന്നെയാണ്. എന്താണ് ചൈന ചെയ്യുന്നത് എന്നല്ലേ? പതിവ് പോലെ വാചകമടികളിലൂടെയോ കടുത്ത പ്രസ്താവനകളിലൂടെയോ അമേരിക്കയെ നേരിടുന്നതിന് പകരം ചൈന ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് അത്യന്തം ഗൂഢവും പ്രായോഗികവുമായ ഒരു തന്ത്രപരമായ നിശബ്ദതയാണ്. ഈ നിശബ്ദത യഥാർത്ഥത്തിൽ ഇറാന് നൽകുന്ന ഏറ്റവും വലിയ നയതന്ത്ര കവചമായി മാറുന്നു. അമേരിക്ക അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഏകപക്ഷീയമായ യുദ്ധങ്ങളിലേക്കും ഉപരോധങ്ങളിലേക്കും നീങ്ങുമ്പോൾ സ്വയം ഒരു ഉത്തരവാദിത്തപ്പെട്ട ബദൽ ശക്തിയായി അവതരിപ്പിക്കാനുള്ള സുവർണ അവസരമായാണ് ചൈന ഇതിനെ നോക്കിക്കാണുന്നത്. ട്രംപ് ഭരണകൂടം സൃഷ്ടിക്കുന്ന നയതന്ത്ര ശൂന്യതയെ വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്ന ചൈന അമേരിക്കൻ ആധിപത്യത്തിന്റെ തകർച്ചയെ സാവധാനം നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നു. അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ പതറാതെ ഇറാനെ ചേർത്ത് പിടിക്കുന്നതിലൂടെ പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്കുണ്ടായിരുന്ന സ്വാധീനത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ചൈനയ്ക്ക് ഇവിടെ സാധിക്കുകയും ചെയ്യുന്നു. ചൈന ഇവിടെ ഇറാന് നൽകുന്നത് വെറും ഒരു പിന്തുണയല്ല, മറിച്ച് ഡോളർ അധിഷ്ഠിതമല്ലാത്ത പുതിയൊരു ലോകക്രമത്തിന്റെ അടിത്തറ പാകൽ കൂടിയാണത്. അമേരിക്ക സൈനിക ശക്തി ഉപയോഗിച്ച് രാജ്യങ്ങളുടെ വരുതിക്ക് നിർത്താൻ ശ്രമിക്കുമ്പോൾ ചൈന സാമ്പത്തികവും നയതന്ത്രപരവുമായ പങ്കാളിത്തത്തിലൂടെയാണ് ബദൽ തീർക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം ലോകത്തെ ഇരുട്ടിലാക്കുമ്പോൾ ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിക്കായി ചൈന രഹസ്യവും സുരക്ഷിതവുമായ ബദൽ പാതകൾ ഒരുക്കി കൊടുക്കുന്നു. ഇത് അമേരിക്കൻ ഉപരോധങ്ങളുടെ മുനയൊടിക്കുകയും ചെയ്യുന്നു. അമേരിക്ക ഒരു ലോക പോലീസ് എന്ന നിലയിൽ നിന്ന് മാറി ഒരു ലോക ഭീഷണി എന്ന നിലയിലേക്ക് ചുരുങ്ങുമ്പോൾ ചൈന ആഗോള സമാധാനത്തിന്റെയും സ്ഥിരതയുടെയും പ്രതീകമായി സ്വയം അവരോധിക്കുന്നു. ഇതിലൂടെ യൂറോപ്യൻ രാജ്യങ്ങൾ പോലും അമേരിക്കയുടെ നയങ്ങളിൽ നിന്ന് അകന്നു മാറാനും ചൈനയുമായി സഹകരിക്കാനും നിർബന്ധിതരാകുകയാണ്. 2026 നാം കാണുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ അവസാന നാളുകളും ചൈന നയിക്കുന്ന ഒരു ബഹുധ്രുവ ലോകത്തിന്റെ ഉദയവുമാണ്. ഇറാനെ ഒരു നയതന്ത്ര പങ്കാളിയായി നിലനിർത്തുന്നതിലൂടെ പശ്ചിമേഷ്യയിലെയും മധ്യേഷ്യയിലെയും വലിയൊരു ഭൂഭാഗം ചൈനയുടെ സ്വാധീന വലയത്തിലാകുന്നു. ട്രംപിന്റെ ഓരോ സൈനിക നീക്കവും അമേരിക്കയെ കൂടുതൽ ഒറ്റപ്പെടുത്തുമ്പോൾ ചൈനയുടെ നിശബ്ദത ലോകക്രമത്തിലെ പുതിയ അധികാര കൈമാറ്റത്തിന്റെ വിളംബരമായി മാറുകയാണ്. 2026 രാഷ്ട്രീയ പരിസരത്ത് അമേരിക്ക നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സൈനികമല്ല, മറിച്ച് സാമ്പത്തികം തന്നെയാണ് എന്ന കാര്യം എടുത്തു പറയണം. ദശാബ്ദങ്ങളായി ആഗോള വിപണിയെ അടക്കി ഭരിച്ചിരുന്ന ഡോളറിന്റെ അപ്രമാദിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന ഡി ഡോളറൈസേഷൻ പ്രക്രിയയുടെ മുൻനിരയിൽ ചൈന അതിശക്തമായി നിലയുറപ്പിച്ചിട്ടുമുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഏകപക്ഷീയമായ ഉപരോധങ്ങളും ഹോർമുസ് കടലിടുക്കിലെ സൈനിക നീക്കങ്ങളും ഡോളറിനെ ഒരു ആയുധമായി ഉപയോഗിക്കുന്നതിനെതിരെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ കടുത്ത അമർഷവും ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ട് യുവാൻ അധിഷ്ഠിത വ്യാപാരത്തെ പ്രോത്സാഹിപ്പിക്കാൻ ചൈനയ്ക്ക് സാധിക്കുന്നു. അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയുടെ അടിത്തറ ഇളക്കുന്ന ഈ നീക്കം ഇറാന്റെ മേലുള്ള ഉപരോധങ്ങളെ അപ്രസക്തമാക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോളറിനെ ആശ്രയിക്കാതെ തന്നെ ഊർജ വ്യാപാരം നടത്താമെന്ന് ഇറാൻ തെളിയിക്കുമ്പോൾ അതിനു പിന്നിലെ ചാലകശക്തി ചൈനയാണ് എന്നത്
തർക്കമില്ലാത്ത വസ്തുത തന്നെ. അതിലുപരി പശ്ചിമേഷ്യയിലെ പരമ്പരാഗത രാഷ്ട്രീയ സമവാക്യങ്ങൾ 2026 പൂർണ്ണമായും മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതുകൂടി പറയേണ്ടതുണ്ട്. ഒരു കാലത്ത് അമേരിക്കയുടെ വിശ്വസ്ത സഖ്യകക്ഷികളായിരുന്ന അറബ് രാജ്യങ്ങൾ ഇപ്പോൾ വലിയ തോതിൽ ചൈനയുമായി അടുത്തിരിക്കുന്നു എന്നത് വാഷിംഗ്ടണിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണ്. സൗദി അറേബ്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ഉൾപ്പെടെയുള്ള പ്രധാന എണ്ണ ഉൽപാദക രാജ്യങ്ങൾ തങ്ങളുടെ വ്യാപാര താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ചൈനയുമായി ദീർഘകാല കരാറുകളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പെട്രോ ഡോളർ എന്ന സങ്കല്പത്തിന് പകരമായി പെട്രോ യുവാൻ എന്ന സാധ്യതയിലേക്ക് ഈ രാജ്യങ്ങൾ ചുവടുമാറുന്നത് അമേരിക്കൻ ആധിപത്യത്തിന്റെ അന്ത്യം കുറിക്കുന്നത് തന്നെയാണ്. അമേരിക്ക സൃഷ്ടിക്കുന്ന യുദ്ധസമാനമായ അന്തരീക്ഷത്തെക്കാൾ തങ്ങളുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് സുരക്ഷിതം ചൈനയുടെ പങ്കാളിത്തമാണ് എന്ന് ഈ രാജ്യങ്ങൾ തിരിച്ചറിയുന്നു. അമേരിക്കൻ ഭീഷണികളെ വകവയ്ക്കാതെ അറബ് രാജ്യങ്ങൾ ചൈനയുടെ ബ്രിക്സ് പ്ലസ് കൂട്ടായ്മയുടെ ഭാഗമാകുന്നതും സ്വന്തം കറൻസികളിൽ വ്യാപാരം നടത്താൻ തീരുമാനിക്കുന്നതും പുതിയൊരു ആഗോള സാമ്പത്തിക ഭൂപടത്തിന്റെ തെളിവ് തന്നെയാണ്. ഇറാനെ ഒരു ശത്രുവായി കാണുന്നതിന് പകരം മേഖലയിലെ സ്ഥിരതയ്ക്കായി ചൈനയുടെ മധ്യസ്ഥതയിൽ നടക്കുന്ന നയതന്ത്ര നീക്കങ്ങളെ അറബ് ലോകം ഇപ്പോൾ സ്വാഗതം ചെയ്യുന്നു എന്നതും മറ്റൊരു വസ്തുതയാണ്. ഇത് ട്രംപ് ഭരണകൂടം വിഭാവനം ചെയ്ത ഏറ്റവും വലിയ സമ്മർദ്ദം അല്ലെങ്കിൽ മാക്സിമം പ്രഷർ എന്ന നയം പരാജയപ്പെട്ടു എന്നതിന്റെ വ്യക്തമായ സൂചനയും നൽകുന്നു. സൈനിക ബലത്തേക്കാൾ സാമ്പത്തിക സുരക്ഷയ്ക്കും നയതന്ത്ര മാന്യതയ്ക്കും ലോകം വില നൽകുന്ന ഈ കാലഘട്ടത്തിൽ അമേരിക്ക ഒറ്റപ്പെടുമ്പോൾ ചൈന ഏഷ്യയുടെയും ആഫ്രിക്കയുടെയും അറബ് ലോകത്തിന്റെയും വിശ്വസ്ത നേതാവായി സ്വയം പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. ഇതിലൂടെ വരും ദശകങ്ങളിൽ അമേരിക്കൻ ഡോളറും അവരുടെ സ്വാധീനവും വെറും ഓർമ്മയായി മാറുന്ന ഒരു ലോകക്രമത്തിനാണ് 2026 സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ചൈനയുടെ സാമ്പത്തിക തന്ത്രങ്ങൾക്കും നയതന്ത്ര നിശബ്ദതയ്ക്കും പിന്നിൽ റഷ്യയുടെ സൈനിക കരുത്തും ഉത്തര കൊറിയയുടെ പ്രവചനാതീതമായ പ്രഹരശേഷിയും അണിനിരക്കുന്നു എന്നത് അമേരിക്കയുടെ ഉറക്കം കെടുത്തുന്ന മറ്റൊരു വസ്തുതയുമാണ്. ട്രംപ് ഭരണകൂടം ഏകപക്ഷീയമായ സൈനിക നീക്കങ്ങളുമായി ഹോർമുസ് കടലിടുക്കിലും പസഫിക് മേഖലയിലും സാന്നിധ്യം അറിയിക്കുമ്പോൾ ഈ 3 രാജ്യങ്ങളും ചേർന്നുള്ള ഒരു പുതിയ പ്രതിരോധ അച്ചുതണ്ട് അല്ലെങ്കിൽ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അമേരിക്കൻ ആധിപത്യത്തെ തകർക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തിൽ ഇവർ ഒന്നിക്കുന്നത് ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാനാണ്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുമായുള്ള പോരാട്ടം നിലനിൽപ്പിന്റെ ഭാഗമാണ്. ഉക്രൈൻ യുദ്ധത്തിലൂടെ പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളെ അതിജീവിച്ച പുടിന്റെ റഷ്യ ഇപ്പോൾ ചൈനയുടെ സാമ്പത്തിക അടിത്തറയെയും ഉത്തര കൊറിയയുടെ ആയുധ ശേഖരത്തെയും കൂട്ടുപിടിച്ച് അമേരിക്കയ്ക്ക് നേരിട്ടുള്ള ഭീഷണിയാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ആർട്ടിക്കിലും മധ്യേഷ്യയിലും റഷ്യൻ സൈനിക നീക്കങ്ങൾ സജീവമാകുമ്പോൾ ട്രംപിന്റെ ശ്രദ്ധ പശ്ചിമേഷ്യയിലേക്ക് തിരിയുന്നത് റഷ്യക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യവുമാണ്. ഇതിനൊപ്പം ഉത്തര കൊറിയയുടെ സാന്നിധ്യം അമേരിക്കയ്ക്കൊരു പേടി സ്വപ്നമായി തുടരുകയാണ്. കാരണം അവിടെ ഭരിക്കുന്നത് കിം ജോങ് ഉൻ ആണ്. കിം ജോങ് ഉന്നിന്റെ നേതൃത്വത്തിൽ ഉത്തര കൊറിയ നടത്തുന്ന മിസൈൽ പരീക്ഷണങ്ങളും സൈനിക സഹകരണവും അമേരിക്കൻ പസഫിക് താവളങ്ങളെ മുൾമുനയിൽ നിർത്തുന്നു. അമേരിക്കയുടെ ഓരോ നീക്കത്തെയും പ്രതിരോധിക്കാൻ ചൈനയുടെ പണവും റഷ്യയുടെ കരുത്തും ഉത്തര കൊറിയയുടെ ധിക്കാരവും ചേരുമ്പോൾ അത് തകർക്കാൻ കഴിയാത്ത ഒരു പ്രതിരോധ മതിലാണ് അവിടെ ഉയർത്തുന്നത്. ഈ രാജ്യങ്ങളുടെ കൂട്ടായ്മ കേവലം സൈനികം മാത്രമല്ല എന്ന് എടുത്തു പറയണം. മറിച്ച് ഇതൊരു ആഗോള ബദൽ സംവിധാനമാണ്. ചൈനയുടെ ഡിജിറ്റൽ യുവാൻ വ്യാപാരത്തിന് റഷ്യയും ഉത്തര കൊറിയയും നൽകുന്ന പിന്തുണ ഡോളർ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് വേഗത കൂട്ടുന്നു. അമേരിക്ക സൃഷ്ടിക്കുന്ന യുദ്ധസമാനമായ സാഹചര്യത്തെ നേരിടാൻ ഇവർ ഇറാനെയും മറ്റ് അറബ് രാജ്യങ്ങളെയും ഒപ്പം നിർത്തുന്നത് അമേരിക്കയുടെ നയതന്ത്ര ഒറ്റപ്പെടലിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നു. ട്രംപിന്റെ തീവ്രമായ സൈനിക വിന്യാസങ്ങൾ ഈ സഖ്യത്തെ കൂടുതൽ ഒന്നിപ്പിക്കാനാണ് സഹായിച്ചിട്ടുള്ളത്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ തകർച്ച സാവധാനമാണ് എങ്കിലും ഉറപ്പാണെന്ന് ഈ 3 രാജ്യങ്ങളും ഇപ്പോൾ അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നു. 2026 ഈ മഹാസഖ്യം അമേരിക്കയുടെ ആഗോള പോലീസ് എന്ന പദവിയെ എന്നേക്കുമായി ഇല്ലാതാക്കാനും ചൈനയും റഷ്യയും നേതൃത്വം നൽകുന്ന ഒരു പുതിയ കിഴക്കൻ ലോകക്രമം സ്ഥാപിക്കാനുമുള്ള അവസാന പോരാട്ടത്തിലാണ്. അമേരിക്കയുടെ വെല്ലുവിളികളെ തകർക്കാൻ തങ്ങൾ ഒരുമിച്ചാണ് എന്ന സന്ദേശം ഇതിനോടകം തന്നെ അവർ ലോകത്തിന് നൽകി കഴിയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 സഖ്യങ്ങളും ഒരുമിച്ചാൽ എന്തായിരിക്കും ലോകത്ത് സംഭവിക്കുക എന്ന നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ.